ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട എഫ്രൈം കുന്നപ്പള്ളി അച്ഛന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു നിമിഷം വലതുകരം ഉയർത്തി കർത്താവിൻ്റെ നാമത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, അച്ഛൻ്റെ മേൽ കൃപ ചൊരിയണമേ, അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകവും സംരക്ഷണവും അച്ഛൻ്റെ മേലും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധമായ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയാണ് പൂർണ്ണമായ അനുഗ്രഹങ്ങളും വിടുതലും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് മാത്രമല്ല, നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ലൈജെ, ഡിക്സ്, ബ്ലെസ്സിൻ ആൻഡ് ബ്ലിസ്, ആൻഡ്രിയ മാർട്ടിൻ, അനില, ഡാൻഡ്രോ, അഡോൺ ആൻഡ് ജോവാന, നെബിൻ, ആകാശ്, ജോജോ ആൻഡ് ഷൈനി, ജൈജോ ആൻഡ് അനു, എമിൻ, എബിൻ, മാത്യു ആൻഡ് എൽസി, സനീബ്, ആശംസ്, അഞ്ചൽ ആൻഡ് ക്രിസ്റ്റിയ, സ്നേഹ ആൻഡ് സെബിൻ, ജേക്കബ് ആൻഡ് ആശ, ഡേവിഡ് ആൻഡ് സാന്ദ്ര, റാണി മരിയ, റോസ് മരിയ ആൻഡ് എൽസ മരിയ, ഫിലോമിന, ഫ്ലവർലെറ്റ്, ലിസ്ബെൽ, ഏഞ്ചൽ, ലാർഷിൻ, ജെഫ്രി, ആഷ്നി ആൻഡ് ഇസഹാക്ക് ആൻഡ് തെരേസ, ഹാബി ആൻഡ് അഡ്രീന, ജോമറ്റ്, മേരി, അനൂപ്, മേരി ജോഷി, റിയ ബിനു, സിയ, ലിസ്ബേൽ, രാജി, ആന്റണി, അധീന, അതിഥി, കിരൺ, വരുൺ, അനില, അനു തോമസ്, ജോർജ് ബാപ്പച്ചൻ, ഔസേ ബച്ചൻ, മോളി, ബീന ആൻഡ് അസി എന്നിവരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ഒപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകമായ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ആരാധനയെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മരണം മൂലം വേർപെട്ട സഹോദരങ്ങളെ ഓർക്കാം. വർക്കി, ഫാത്തിമ, അക്കീരൻ ആൻഡ് ലീല എന്നിവരെയും പ്രത്യേകമായിട്ട് ഓർക്കാം. ദൈവത്തിൻ്റെ കൃപ യാചിച്ചുകൊണ്ട് ഈ ആരാധനയെ നമുക്ക് പങ്കുചേരാം. പിതാവേ ആരാധന, പുത്രനാമേശുവേ ആരാധന, ആബാ പിതാവേ ആരാധന, പുത്രനാമേശുവേ ആരാധന, ആത്മാവാം ദൈവമേ ആരാധന, ത്രീ
ആത്മാവാം ദൈവമേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന
ഞങ്ങളിൽ കനിയണമേ. വരദാനനായക കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. വരദാനനായക കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. ആത്മനായക കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. ആത്മനായക കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. അഭിഷേകദായക കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. അഭിഷേകദായകൻ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. കരങ്ങളുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നത ദൈവത്തിന്റെ പുത്രനായ യേശുവേ, അങ്ങയുടെ മക്കളായി ഞങ്ങളിൽ കനിയണമേ. അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളിൽ കനിയണമേ. അങ്ങയുടെ തിരുമുമ്പാകെ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ. കർത്താവേ, ദാവീദിന്റെ പുത്രനായ എന്നിൽ കനിയണമേ. കർത്താവേ, അത്യുന്നത ദൈവത്തിന്റെ പുത്രാ, ഞങ്ങളിൽ കനിയണമേ. ഈ ദാസനിൽ കനിയണമേ. അവർക്ക് വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ, കെട്ടുകൾ അഴിക്കണമേ, ബന്ധനങ്ങൾ നീക്കണമേ, തകർച്ചകൾ അവസാനിപ്പിക്കണമേ, ദുഃഖങ്ങൾ അകറ്റണമേ, ഭയങ്ങളെ നീക്കണമേ, തടസ്സങ്ങളെ മാറ്റണമേ, സമാധാനം നൽകണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ, വയലുകളെ അനുഗ്രഹിക്കണമേ, കൃഷിസ്ഥലങ്ങളെ അനുഗ്രഹിക്കണമേ, ശരീരങ്ങളെ അനുഗ്രഹിക്കണമേ, മനസ്സിനെ അനുഗ്രഹിക്കണമേ, ആത്മാവിനെ അനുഗ്രഹിക്കണമേ, മരിച്ചുപോയവരെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെ ദൈവമേ, സമാധാനത്തിന്റെ ദൈവമേ, ഞങ്ങളിൽ കനിയണമേ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. ആമേൻ ആമേൻ. യേശുനാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുനാമത്തിൽ ദുഃഖങ്ങൾ അകലട്ടെ. ആമേൻ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ 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 യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ 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 യേശുനാമത്തിൽ ഹല്ലേലൂയ ബന്ധനങ്ങൾ അഴിഞ്ഞു ഹല്ലേലൂയ. മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദുഃഖങ്ങൾ അകന്നു പോകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ. ആമേൻ. ഹല്ലേലൂയ എല്ലാവിധ ശാരീരിക പീഡകളും അകന്നു പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മാനസിക പീഡകൾ അകന്നു പോകട്ടെ. ആമേൻ ആമേൻ. ആത്മീയ പീഡകൾ അകന്നു പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ പാപഫലങ്ങൾ നീങ്ങി പോകട്ടെ. ആമേൻ. ഹല്ലേലൂയ പാപശാപങ്ങൾ നീങ്ങി പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ കൃപയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ.
ഞങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ കാണുന്നുണ്ടല്ലോ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ അകറ്റി ഞങ്ങളുടെ സാക്ഷികളായി ഞങ്ങളെ മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ നാമത്തെ പ്രതി ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പീഡകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ സഹനങ്ങളെ ഞങ്ങളെ എല്ലാവരെയും ധൈര്യപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വചനങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമായി തീരണം. ഞങ്ങളുടെ ജീവദായകമായ ശരീരത്തിന് ഞങ്ങൾക്ക് ശക്തി പകർന്ന ഔഷധങ്ങളായി തീരണം. യേശുവേ സ്തോത്രം.
യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവിന്റെ സന്ദേശം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഈശോ അരുളി ചെയ്തു, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെയും ഇരിക്കില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് പ്രകാശത്തിൽ പറയുക, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവേ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവേ. ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ നിങ്ങൾ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. നമ്മുടെ ഒരു നിമിഷം നമുക്കിരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്ന അവസരമാണ് ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ് ആദ്യ വെള്ളിയാഴ്ചകൾ എന്ന് നമുക്കറിയാം. 1672 മുതൽ 1675 വരെയുള്ള ആ 3 വർഷത്തെ കാലഘട്ടത്തിൽ ഈശോ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്ററിന് വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലെ ഒരു അംഗമായിരുന്നവള്. ആ സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ട് നൽകിയ വാഗ്ദാനങ്ങളാണ് ഈ തിരുഹൃദയ ഭക്തി ലോകമെങ്ങും പ്രചരിക്കുവാനും പ്രചരിപ്പിക്കപ്പെടുവാനും ഇടയായത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ പിതാക്കന്മാർ, മാർപ്പാപ്പന്മാർ ഈ ഭക്തിയെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാൻ പോരുന്ന ഈ വലിയ ഭക്തിയെ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുകയും പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ആ തിരുഹൃദയ പ്രതിഷ്ഠ ലോകമെങ്ങും നടത്തുവാനിടയായത്. ഈശോയുടെ തിരുഹൃദയത്തിന് കുടുംബങ്ങളെ പ്രതിഷ്ഠിക്കണമെന്ന് ഈശോ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് പറഞ്ഞു. നീ കാണുന്ന എൻ്റെ ഈ രൂപം വരച്ച് ആ തിരുഹൃദയത്തോടുകൂടി വരച്ച് ആ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഭവനങ്ങളെ പ്രത്യേകമാംവിധം ഞാൻ അനുഗ്രഹിക്കും എന്ന വാഗ്ദാനമാണ് മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ സഭയ്ക്ക് നൽകിയത്. അതനുസരിച്ചാണ് ഈശോയുടെ തിരുഹൃദയ രൂപങ്ങൾ വരയ്ക്കുവാനും അത് ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ പ്രതിഷ്ഠിക്കാനും ഇടയായത്. രൂപങ്ങൾ പ്രതിഷ്ഠിക്കുക മാത്രമല്ല, ആ രൂപങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠാജപം ചൊല്ലി ആ കുടുംബത്തെ തന്നെ മുഴുവനായി നമ്മൾ ഈശോയുടെ സംരക്ഷണയ്ക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ തിരുഹൃദയ പ്രതിഷ്ഠ നമ്മൾ എല്ലാ വർഷവും നവീകരിക്കും. 2 ദിവസങ്ങളിലാണ് ഔദ്യോഗികമായിട്ട് അത് നവീകരിക്കുന്നത്. ഒന്നാമത്തത് ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ ദിവസമാണ്. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ പെന്തക്കോസ്ത കഴിഞ്ഞു വരുന്ന 2-ാം വെള്ളിയാഴ്ചയാണ് നടത്തപ്പെടുന്നത്. നമുക്കറിയാം, ആദ്യത്തെ വ്യാഴാഴ്ച അത് ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ആചരിക്കുന്ന കോർപ്പസ് ക്രിസ്തി എന്ന് പറയുന്ന തിരുനാളാണ്. തിരുശരീര രക്തങ്ങളുടെ ആചരിക്കുന്ന തിരുനാൾ. പിന്നെ വരുന്ന വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാളായിട്ട് സഭ ആചരിക്കുന്നത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ഈ ഒരു ഭക്തി 2-3 നൂറ്റാണ്ടുകളായി
വളരെയേറെ ശക്തി പ്രാപിച്ചു. 2.5 ഇപ്പം നമുക്കറിയാം, ഈ ഭക്തി പ്രദേശിച്ചിട്ട് 350 വർഷമാവുകയാണ് ഈ വർഷം. ലോകത്തില് പരിശുദ്ധപിതാവ് തന്നെ, ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഇത് ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ ആവശ്യമാണ്. കാരണം ഒരു മന്ദത നിറഞ്ഞ ഹൃദയം, മനുഷ്യ മനസ്സുകൾ തളർന്നു പോകുന്ന അവസ്ഥ പല സാഹചര്യങ്ങൾ കൊണ്ട്, യുദ്ധങ്ങളും ഭീതികളും ക്ഷാമങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും രോഗങ്ങളും എല്ലാം ബാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകും, ഹൃദയത്തിന്റെ ജ്വലനം കുറഞ്ഞു പോകും, ഒരു തരം മന്ദത ബാധിക്കും. ഇത് വലിയ രോഗമാണ്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു രോഗമെന്ന് പറയുന്നത് ഡിപ്രഷനാണ്. സോഷ്യൽ ഡിപ്രഷൻ, സാമൂഹികമായ ഒരു ഡിപ്രഷൻ ബാധിക്കുകയാണ്, വിഷാദം ബാധിക്കും. മലയാളത്തിൽ നമ്മൾ അതിന് വിഷാദ രോഗം എന്നാ പറയുന്നത്. എന്താ? ഉന്മേഷമില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ല, ഒന്നിലും ഒരു താല്പര്യമില്ല, ഒരു ഉണർവില്ല, ഒരു ഉണർവ് തോന്നുന്നില്ല. കാരണം എന്താ? ജീവിതത്തിൽ എവിടെയോ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്ന മേഖലകളെല്ലാം പരാജയപ്പെടും, എന്ത് ആരംഭിച്ചിട്ടും വിജയിക്കണില്ല, എന്ത് ചെയ്യാൻ നോക്കിയിട്ടും സാധിക്കണില്ല. അങ്ങനെയെല്ലാം വരുമ്പോ നമ്മുടെ മനസ്സ് തളരും. മനസ്സ് തളരുമ്പോ എന്തുകൂടെ തളരും? ഹൃദയവും തളർന്നു പോകും. ആ ഹൃദയത്തിന്റെ ജ്വലനം നഷ്ടപ്പെട്ടു. നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് നമുക്കറിയാം, ശരീരത്തിന് മുഴുവൻ ജീവൻ നൽകുന്നത് രക്തസംക്രമണം കൊണ്ടാണ്, ബ്ലഡ് സർക്കുലേഷൻ. ആ ബ്ലഡ് സർക്കുലേഷൻ 1 മിനിറ്റ് കുറഞ്ഞു പോയാൽ, ഇല്ലാതെ പോയാൽ, നമ്മുടെ ബ്രെയിനിലെ പല സെല്ലുകളും നശിച്ചു പോകും. 1 മിനിറ്റ് കുറഞ്ഞു. അതുകൊണ്ടാണ് ചിലർക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഭാഗത്തെ സെല്ലുകളെല്ലാം പെട്ടെന്ന്, കാരണം ആ സെല്ലിലേക്ക് അല്ലെങ്കിൽ ആ സെക്ഷനിലേക്ക്, ബ്രെയിനിന്റെ ആ സെക്ഷനിലേക്കുള്ള സർക്കുലേഷൻ പോവുക. ആ വെയിൻ വന്ന് ബ്ലോക്കായാൽ അങ്ങോട്ടുള്ള വെള്ളം ചെല്ലുകയാണ്. നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഒരു തോട്ടം മുഴുവനും നമ്മളിങ്ങനെ ഡ്രിപ്സ്, വെള്ളം ഈ റബ്ബറിന്റെ ചോട്ടിൽ അല്ലെങ്കിൽ ആ ചെടിയുടെ ചോട്ടിൽ കിട്ടത്തക്ക വിധം പൈപ്പിടും. എന്നിട്ട് ആ ചോട്ടിലെ ഒരു ഡ്രോപ്സ് വീഴത്തക്ക വിധം, അല്ലെങ്കിൽ ആവശ്യമായ വെള്ളം കിട്ടത്തക്ക വിധം അതിന് ദ്വാരമുണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ ഇങ്ങനെ പൈപ്പിലൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വൃക്ഷങ്ങളുടെയും ചോട്ടിൽ, അതിനാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് എന്താ? ആ ഒരു സർക്കുലേഷനാണ്. എന്നാൽ എവിടെയെങ്കിലും അത് വന്ന് ബ്ലോക്ക് ആയാൽ അതിന്റെ അങ്ങേവശത്തേക്കുള്ള എല്ലാ ചെടികൾക്കും വെള്ളം കിട്ടുമോ? ഇല്ല. ആ വെള്ളം ബ്ലോക്കായി പോയി. വെള്ളം കിട്ടാതെ വരുമ്പോൾ ചെടികൾ ഉണരുവോ? ഇല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ചില ചെടികൾ, നമ്മുടെ വീടുകളിൽ ചെടിച്ചട്ടികളിൽ നമ്മൾ ചെടി വളർത്താറുണ്ട്, ഇല്ലേ? ആ ചെടിച്ചട്ടി വേനൽക്കാലം ആയി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ചാലും വൈകുന്നേരം ആകുമ്പോൾ ആ ചെടികളൊക്കെ വാടി തളർന്ന് ആ ഇലകളൊക്കെ ഉണർന്നാണോ നിൽക്കുന്നത്? ആണോ? അല്ല. എങ്ങനെ നിൽക്കുന്നത്? വാടി തളർന്ന് കിടക്കും. ചിലപ്പോൾ നമ്മൾ ഓർക്കും അത് കരിഞ്ഞുപോയി അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി. കാരണം അത്രമാത്രം വരണ്ടു പോകുന്ന അവസ്ഥയാണ്. കാരണം എന്താ? വെള്ളം കിട്ടാത്ത അവസ്ഥ. ഇതിനെയാണ് മന്ദതയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ മന്ദത, ഹൃദയത്തിന് വേണ്ട ഉണർവ് കിട്ടാത്ത അവസ്ഥയാണ്. ആ ഹൃദയം മന്ദീഭവിച്ചു പോയാൽ നമ്മുടെ മനസ്സ് മന്ദീഭവിക്കും, നമ്മുടെ ശരീരം മന്ദീഭവിക്കും, നമുക്കൊന്നും ചെയ്യാനുള്ള ഉണർവുണ്ടാവില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ ഹാർട്ടിന്റെ ബീറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു സാധാരണ ആരോഗ്യമുള്ള മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ്സിന്റെ ലെവൽ എത്രയാണ്? 72 ആണ്, ഇല്ലേ? 72 പ്രാവശ്യം ഹാർട്ട് ബീറ്റ്സ് ഉണ്ടാകണം. ഒരു ആവറേജ് 1 മിനിറ്റില് 72 പ്രാവശ്യമാണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ്സ് വരുന്നത്. എന്നാൽ രോഗം വന്നു കഴിഞ്ഞാൽ 2 തരത്തിൽ അത് ബാധിക്കും. എന്താണ്? ഒന്ന്, അധികമായ ഹാർട്ട് ബീറ്റ്സ് വരും, ഹൈപ്പർ ബീറ്റ്സ് ആണ്. അതെന്താ? നമ്മുടെ സാധാരണ 72 എന്നുള്ള മാറി 80ആയി, 88ആയി, 90ആയി, 100ആയി, ചിലരുടെ 110 വരും. എന്താ? ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ പൾസ് ചെയ്യാൻ തുടങ്ങും ചിലര്. എന്താ? ചിലപ്പോൾ ഒരു മരുന്ന് കഴിച്ചാൽ മതി, ഒരു മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് ഹാർട്ട് ബീറ്റ്സ് കൂടും, ഇല്ലേ? അപ്പൊ ബോധമുള്ളവർ ഉടനെ ആ മരുന്ന് പിന്നീട് കഴിക്കുക. അല്ലെ ഡോക്ടറോട് വിളിച്ചാലും പറയും, നിങ്ങൾ എന്തെങ്കിലും മരുന്ന് പ്രത്യേകം കഴിച്ചോ? ഇന്നലെ ഡോക്ടർ തന്ന ഇന്ന ഗുളിക കഴിച്ചപ്പോഴാ പ്രശ്നം, ഓക്കെ അത് നിർത്താൻ പറയും.
അതൊരു അടയാളമാണ്. അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ശരീരത്തിന് അസ്വസ്ഥത വരികയോ ഹാർട്ടിന് പ്രശ്നം വരികയോ ചെയ്താൽ ഹാർട്ട് പൾസ് ചെയ്യാൻ തുടങ്ങും. കൂടുതലായിട്ട് പൾസ് ചെയ്താലും പ്രശ്നമാണ്. നമുക്ക് ഹൃദയമിടിപ്പ് ഫെയിൽ ചെയ്യും. കാരണം എന്താ, ടക്ക് ടക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചോണ്ടിരിക്കും. അത് രോഗമാണ്. അത് നമ്മൾ പറയല്ലേ, പ്രഷർ കൂടിയാലും പ്രശ്നം, പ്രഷർ കുറഞ്ഞാലും പ്രശ്നം. പ്രഷർ കൂടിയാൽ പ്രഷർ ഇങ്ങനെ കയറി, അപ്പൊ 120, 80, 120 നോർമലായിട്ടുള്ള മനുഷ്യന്റെ ആ പ്രഷറിന്റെ കൗണ്ട്. അപ്പൊ ആ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ മേലോട്ട് കയറി അത് 150, 180, 200 ആയാൽ തലയ്ക്ക് പെരുപ്പ് തുടങ്ങും. എന്താ കാരണം? നമുക്ക് പ്രഷർ താങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ ബ്രെയിനിലോ അല്ലെങ്കിൽ സെല്ലുകളിലോ അതുമല്ല നാഡീഞരമ്പുകളിലേക്കുള്ള ഞരമ്പുകളിലേക്കുള്ള ആ രക്തപ്രവാഹം കൂടുതലായിട്ട് വന്നാൽ നമുക്ക് അസ്വസ്ഥത തുടങ്ങും, തലയ്ക്ക് പെരുപ്പ് തുടങ്ങും. അപ്പൊ അറിയാം എന്താ നോക്കുമ്പോ 180 അല്ലെങ്കിൽ 200 പൾസ് കിടക്കും, അല്ലെങ്കിൽ ഈ പ്രഷർ കിടക്കും. അപ്പൊ ഉടനെ ഒന്നെങ്കിൽ റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ടാബ്ലറ്റ് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ പതുക്കനെ പ്രഷർ കുറഞ്ഞോളും. ഇല്ലേ? അതാണ് സംഭവിക്കുന്നത്. ഇനി ചിലർക്ക് പ്രഷർ കുറഞ്ഞു പോകും. ഇല്ലേ? പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഓടി നടക്കാൻ പറ്റുമോ? നമ്മൾ അറിയാതെ കുഴഞ്ഞു പോവുക. പ്രഷർ കുറയുന്നതനുസരിച്ച് നമ്മളിങ്ങനെ തളർന്ന മനുഷ്യരെ ഒരു ഉണർവില്ല. ഇപ്പൊ എന്താ, തൂങ്ങിയിരിക്കുന്നു. ഇല്ലേ? ആള് പറയുന്നത് നഞ്ചു നിന്ന കോഴീനെ പോലെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ആ ഒരു തരം മന്ദതയിരിക്കുകയാണ്. ഒന്നിനും ഉണർവില്ല. വിളിച്ചു കഴിഞ്ഞെന്നാ എന്ന് പറയും. ഇല്ലേ? പക്ഷേ ശരിക്കും ഉത്തരം പറയും. അതൊരു മന്ദതയുടെ അവസ്ഥയാണ്. കാരണം പ്രഷർ ഡൗൺ ആയിപ്പോയി. അപ്പൊ എന്ത് ചെയ്യണം? പ്രഷർ കൂട്ടാനുള്ള മരുന്ന് ചെയ്യാൻ പറയും. അതിനാണ് ഉപ്പ്, പ്രത്യേകിച്ച് ഉപ്പിന്റെ അംശം ചെന്ന് കഴിഞ്ഞാൽ പ്രഷർ കൂടും. അപ്പൊ അതുകൊണ്ട് ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കാൻ പറയും. അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ കയറി വരും. ഇച്ചിരി കഴിയുമ്പോൾ കണ്ണൊക്കെ നേരെയാകും, നമുക്ക് ബോധമൊക്കെ നേരെയാകും, എഴുന്നേക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഷുഗർ. മനുഷ്യന് നല്ലതാണ്, പക്ഷെ അത് കൂടിയ പ്രശ്നം, കുറഞ്ഞ പ്രശ്നം. കണ്ടോ? അപ്പൊ ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. നമ്മുടെ ആത്മീയതയും അത് തന്നെയാണ്. അപ്പൊ ഹൃദയത്തിന്റെ ആ ഒരു പൾസ്, ആ പൾസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് രോഗമാണത്. ഹാർട്ടിന്റെ പൾസ് കുറഞ്ഞു പോകും. 72 താന്ന് 60 60 താന്ന് 50, 54 ആയി 55 ആയാൽ മനുഷ്യന് എഴുന്നേക്കാൻ പറ്റിയല്ല. ഒന്നിനും ഉണർവ് വരികയാണ്. കാരണം എന്താ? പൾസ് കുറഞ്ഞിരിക്കുക, ഹാർട്ട് ബീറ്റ്സ് കുറഞ്ഞു. അപ്പൊ അതിനും മരുന്നുണ്ട്. അത് കഴിച്ചു കഴിയുമ്പോൾ ഉടനെ ഹാർട്ട് ബീറ്റ്സ് വരും. ഇനി ചിലർക്ക് മരുന്ന് കഴിച്ചാലും കയറാതെ വരുമ്പോഴാണ് ഇന്നിപ്പോ മെഡിക്കൽ സയൻസിൽ നമ്മൾ ചെയ്യുന്നതാണ്, അതിനൊരു പേസ് മേക്കർ വെക്കും. പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു മെഷീൻ, അല്ലെങ്കിൽ ഒരു മെഷീൻ നമ്മുടെ ഹാർട്ട്, പ്രത്യേകിച്ച് ശരീരം പൊട്ടിച്ചിട്ട് ഹാർട്ടിന്റെ അടുത്തേക്ക് അതിന്റെ പൾസ് കൊടുക്കുന്ന, ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നത് പോലെ ആ ഹാർട്ടിന്റെ പേശിയുടെ സോഴ്സിൽ കൊണ്ട് വെക്കും. അത് വയറ് കണക്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലോക്കിന്റെ സൂചി ഇങ്ങനെ ഓരോ ടിക്ക് അടിച്ച് കറങ്ങുന്നത് പോലെ ഓരോ സെക്കൻഡിലും ഇതിങ്ങനെ പൾസ് ചെയ്തോണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഈ ബാറ്ററിയിൽ നിന്ന്, ഞാനിപ്പോ നമ്മുടെ ഒരു അച്ഛന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊക്കെ പേസ് മേക്കർ വെക്കുന്ന കാലമാണ്. അപ്പൊ അന്ന് അച്ഛന് ഇത് വെക്കാനായിട്ട് ആശുപത്രി കൊണ്ടുപോയി, മദ്രാസിൽ കൊണ്ടുപോയാണ് അത് വെച്ചത്. മലർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്, ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റാണ്. ആ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി അച്ഛൻ ഇത് വെച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി, ഇവിടെ തടിപ്പുണ്ട്. കാരണം എന്താ, ഈ തൊലി പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്താണ് ഈ ബാറ്ററിയും ഈ മെഷീനും വെച്ചത്. ചെറിയ മെഷീനാണ്, പക്ഷെ അതിൻ്റെ അകത്ത് 2 വയറ് പോയിട്ടുണ്ട്. അത് ചെന്നാണ് ഹാർട്ടിനെ ഇങ്ങനെ ഒരു പൾസം കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ ഹാർട്ടൊന്ന് പെടും. ഇപ്പൊ നമുക്കറിയാം, ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോവാണോ ചെയ്യുന്നത്? ആണോ? ചാടും, ഇല്ലേ? പെട്ടെന്ന് ചാടും. ഇതുപോലെയാണ് ആ ഒരു പൾസ് അങ്ങോട്ട് ചെയ്യില്ല, ആ ബാറ്ററിയിൽ നിന്ന് ചാർജ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഹൃദയം തുടിക്കും, പെട്ടെന്ന് തന്നെ ഒരു അടിയുണ്ടാവും. അങ്ങനെയാണ് ഈ തളർന്നു പോയ ഹാർട്ടിനെ ഉണർത്തി നിർത്തുന്നത്. 10 വർഷം അദ്ദേഹത്തെ ആ ബാറ്ററിക്ക് 10 വർഷത്തെ ചാർജ് ഉണ്ടെന്നാണ്. ചെറിയ ബാറ്ററിയാണ്, പക്ഷെ 10 വർഷം നിൽക്കും. അപ്പൊ അത് അത്രയും ഇല്ലെന്നാ പറയും. ഇപ്പോഴത്തെ 5 വർഷം കൊണ്ട് മാറ്റാൻ ഇതെല്ലാമാണ്. അപ്പൊ ഇത് അന്ന് ഞങ്ങൾ ഓർക്കും, ഈ ഒരു ബാറ്ററിക്ക് 10 വർഷം ഒരു ദിവസം എത്ര പ്രാവശ്യം പൾസ് ചെയ്യണം, ഇല്ലേ? അപ്പൊ അതനുസരിച്ച് 1 മിനിറ്റിൽ 72 വെച്ച് 1 മണിക്കൂറിൽ എത്രായിരം പൾസാണ് പോണത്. അപ്പൊ ഇതൊന്നും നമ്മൾ അറിയണില്ല, പക്ഷേ അത് ചെന്ന് ഈ ഹാർട്ടിനെ ഉണർത്തുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ഈശോ പറഞ്ഞ ഇതാണ്,
മന്ദത ബാധിച്ച ഹൃദയങ്ങൾ, മന്ദത ബാധിച്ച മനുഷ്യർ. ഇപ്പൊ ഈശോയുടെ തിരുഹൃദയം നോക്കിയാൽ അറിയാം, ഇവിടെ കരുണയുടെ രൂപമാണ് പ്രദർശിച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ നടുക്ക് എന്തുണ്ട്? ഹൃദയമുണ്ട്, അല്ലേ? ഈശോയുടെ ഹൃദയം. കാരണം മാർഗരറ്റ് മേരി അലക്കോക്കിനോട് അന്ന് ഈശോ പറഞ്ഞതാണ്, നീ ഇപ്പോൾ എന്നെ കാണുന്ന രൂപത്തിൽ ആ ഹൃദയത്തോട് കൂടി എന്റെ പടം വരയ്ക്കാനാ പറഞ്ഞു. ഫൗസ്തീനായോട് അതാ പറഞ്ഞു, നീ കണ്ട എന്റെ രൂപം വരച്ച് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. അപ്പൊ അതാണ് എന്റെ തിരുഹൃദയ ഭക്തിയുടെ തന്നെ തുടർച്ചയാണ് ദിവ്യകാരുണ്യ ഭക്തി, ദൈവകരുണയുടെ ഭക്തി. ഇപ്പൊ ഈശോയുടെ രൂപമുണ്ട്, അവിടെ ഹൃദയമുണ്ട്. ആ ഹൃദയത്തിൽ ഉണങ്ങിയ ഹൃദയമല്ല. എങ്ങനെ ഇരിക്കുന്ന ഹൃദയ? ജ്വലിക്കുന്ന ഹൃദയം. തിരുഹൃദയ പടങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഉണങ്ങിയ അല്ലെ ഒരു ഒതുങ്ങിയിരിക്കുന്ന ഹൃദയമല്ല, ജ്വലിക്കുന്ന ഹൃദയം. ഒരു പ്രകാശം പടരുന്നുണ്ട്, ഒരു ജ്വലനമുണ്ട്, ചത്ത ഹൃദയമല്ല. അപ്പൊ ആ ഹൃദയത്തെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈശോയോട് പറയുന്നത്, ഹൃദയശാന്തത എളിമയുള്ള ഈശോയെ, എന്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന അതാണ്, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എന്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ. അങ്ങനെ അനുയോജ്യമാക്കി കഴിയുമ്പോൾ നമ്മുടെ ശാന്തതയും എളിമയും വളരുന്നതിനോടൊപ്പം ആ ഹൃദയത്തിന്റെ ജ്വലനമുണ്ടാകും, നമുക്കൊരു ആവേശമുണ്ടാകും. യേശുവിന്റെ സ്നേഹത്താൽ, യേശുവിന്റെ ചൈതന്യത്താൽ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിക്കപ്പെടും. ആ ജ്വലനമുള്ളപ്പോഴാണ് മനുഷ്യര് നന്മ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഒത്തിരിയേറെ നന്മ പ്രവർത്തി, പുണ്യപ്രവർത്തി, പ്രാർത്ഥനയിൽ താല്പര്യം, പ്രേക്ഷിത പ്രവർത്തനയിൽ താല്പര്യം, സാക്ഷ്യം നൽകാനുള്ള താല്പര്യം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം, എന്നാൽ കഴിയുന്ന വിധത്തിൽ മറ്റൊരുവരെ ഉണർത്തണം, പള്ളി കൊണ്ടുപോകണം, പ്രേരിപ്പിക്കണം, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കണം. ഇതിനൊക്കെയുള്ളൊരു താല്പര്യം കിട്ടും. ഇതാണ് ഹൃദയത്തിന്റെ ജ്വലനമെന്ന് പറയുന്നത്. ഈ ആദ്യവള്ളി ആചരണം സഭയിൽ നഷ്ടപ്പെട്ടു പോകരുത്. ചില സ്ഥലങ്ങളിലൊക്കെ, മറ്റു സഭകളിലൊന്നും ഇതില്ല. മറ്റു സഭകളിൽ ഞാൻ ചില സഭാ സമൂഹങ്ങളെ കാണും. ചില ഉണർവുള്ള സമൂഹങ്ങളുണ്ട്. ചില സമൂഹങ്ങള് എല്ലാം ഒരു തരം പ്രഷർ ഡൗൺ ആയി, പൾസും ഡൗൺ ആയി കിടക്കുന്ന സഭകളും സമൂഹങ്ങളും. ഞങ്ങൾ പണ്ട് ഇന്നതായിരുന്നെന്ന് പറയും, ഇന്നതൊന്നുമില്ല. നമ്മുടെ സഭയിൽ അത് ബാധിക്കുന്നു. എന്താ? ഒരു തരം തളർച്ച ബാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലൊക്കെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ നമ്മളെ തളർത്തിക്കളയും. എന്തിനാ ഇതല്ല, എന്തിനാ പള്ളി പോണം, എന്തിനാ ഈ ബഹളം വയ്ക്കണം, എന്താ എല്ലാരും മടുക്കുന്നു. അച്ഛന്മാരും പറയും, ഇതൊക്കെ കാണുമ്പോ ഒരു ഉണർവ് തോന്നണില്ല. സിസ്റ്റേഴ്സും പറയും, ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം വരുന്നു, തളർന്നു പോകുന്നു. അൽമായരും പറയും, എന്റെ അച്ഛ കൂടെ നടന്ന് മടുത്തു, എന്തിനാ ഇതൊക്കെ. കാരണം ഒരു തരം തളർച്ച ബാധിക്കും. പക്ഷേ അവിടെ എല്ലാം ഈശോ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉണരണം, ആ ഹൃദയത്തിന് ജ്വലനമുണ്ടാകണം, മരവിച്ചു പോകരുത്. ആ മരവിപ്പെല്ലാം മാറ്റണം, മന്ദതയെല്ലാം മാറ്റണം. അതിനെന്ത് ചെയ്യണം? ചൈതന്യമുള്ള ഹൃദയത്തിന്റെ അടുത്തേക്ക് ചെല്ലണം. എന്നാലേ ആ ഉണർവ് വരികയുള്ളൂ. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ, പണ്ട് കാലത്ത് ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് അന്ന് നമ്മുടെ സെമിനാരിയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ നമ്മുടെ ആളുകളൊന്നുമല്ല കാശ് തന്നിരുന്നു. വിദേശത്തുള്ള സ്പോൺസേഴ്സ് ആണ്, പ്രത്യേകിച്ച് ബെനഫാക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടി കാശ് തന്നിരുന്നത്. അപ്പൊ സെമിനാരി ചേർന്ന് ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ രൂപത വഴി വിദേശത്തുള്ള മിഷൻ കേന്ദ്രങ്ങളിലേക്ക്, രൂപതകളിൽ നടത്തുന്ന മിഷൻ കേന്ദ്രങ്ങളിലേക്ക് അപേക്ഷ അയക്കും. കാരണം എന്താ? ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള പൈസ കൊടുക്കാൻ നമുക്കന്ന് കാശില്ലായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലെ വിശ്വാസികളാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരുന്നത്, ബെനഫാക്ടേഴ്സ്. വലിയ തുകയൊന്നുമല്ല, പക്ഷെ പഠനത്തിനും ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒത്തിരിയേറെ പേര് വൈദ്യ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ചെന്നപ്പോ നമുക്ക് വിദേശത്ത് പിന്നീട് എനിക്ക് പഠിക്കാൻ പോയപ്പോ എന്റെ ബെനഫാക്ടറെ കാണാൻ പോയി. നമുക്ക് അഡ്രസ്സൊന്നും തരികയല്ല, എഴുത്ത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ക്രിസ്മസിന് എഴുത്തെഴുതാം, വേണമെങ്കിൽ ഈസ്റ്ററിനും എഴുതാം.
അല്ലാണ്ട് വേറെ ഒന്നും എഴുതാൻ പറ്റിയല്ല. പക്ഷെ എഴുത്തെഴുതി കൊടുക്കുക, ഇത് ആണാണോ പെണ്ണാണോ എന്നറിയാം, പക്ഷെ ആരാണെന്നറിയാൻ പാടില്ല. അഡ്രസ്സ് തരികയല്ല. പട്ടം കിട്ടുമ്പോൾ മാത്രമേ അഡ്രസ്സ് തരുള്ളൂ. പട്ടം കിട്ടുന്നതിന് മുമ്പ് പട്ടത്തിന്റെ തീയതി നിശ്ചയിച്ചു കഴിയുമ്പോൾ ഈ സ്പോൺസർ ചെയ്യുന്ന ചേട്ടനോ ചേച്ചി ആരായിരുന്നാലും അവർക്ക് ഒരു എഴുത്തെഴുതാം. അപ്പൊ അതിലാണ് അഡ്രസ്സ് തരുന്നത്. അപ്പോഴാണ് അവർക്ക് നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇടയാക്കുന്നത്. അല്ലെങ്കിൽ അത് പിന്നീട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് അഡ്രസ്സ് ഒന്നും കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഫാക്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വർഷമൊക്കെ എഴുതും, പ്രാർത്ഥിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ആരാണെന്ന് എനിക്ക് 9 വർഷം പഠിച്ചിട്ടും അറിയാൻ പാടില്ല. പക്ഷെ അവസാനം പട്ടമായപ്പോ ഞാൻ എഴുത്തൊക്കെ എഴുതി, എൻ്റെ പടമൊക്കെ വെച്ച് എല്ലാം എഴുതി, ഇൻവിറ്റേഷൻ കാർഡൊക്കെ അയച്ചു. അതിന് മറുപടിയായിട്ട് അദ്ദേഹം വളരെ സന്തോഷമായിട്ടൊക്കെ എഴുതി അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയും അഡ്രസ്സും എല്ലാം കൂടെ എനിക്ക് അയച്ചു. അവസാനം അപ്പോഴും ഞങ്ങൾ പിന്നീട് അധികം ഒന്നും എഴുതാറില്ലെങ്കിലും ക്രിസ്മസിന് ഗ്രീറ്റിംഗ്സ് അയക്കും. അദ്ദേഹം ജർമ്മൻകാരനാണ്, ഒരു ഓസ്ട്രിയക്കാരനാണ്. അപ്പോൾ ഈ ഭാഷ നമുക്കറിയത്തില്ല, അങ്ങേർക്ക് ഇംഗ്ലീഷും അറിയത്തില്ല. അതുകൊണ്ട് ആരോ ട്രാൻസ്ലേറ്റ് ചെയ്താണ് നമ്മുടെ എഴുത്തൊക്കെ കൊടുക്കുക. അവസാനം ഞാൻ പഠിക്കാൻ റോമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പോയെന്ന് കാണണം. അങ്ങനെ പോയി കാണാനായിട്ട് ഞാൻ വെക്കേഷനായപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാനായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയപ്പോൾ ഞാൻ ജർമ്മനൊക്കെ ഇച്ചിരി പഠിച്ചു. അപ്പം അതുകൊണ്ട് കുറേയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന ഭാവമായി. അങ്ങനെ ഞാൻ വെക്കേഷൻ്റെ ആ അവസരത്തിൽ ഇങ്ങരുടെ അടുത്തേക്ക് പോവുകയാണ്. ഓസ്ട്രിയയിൽ ഒരു ഓസ്ട്രിയയുടെ ടൗണിലൊന്നും അല്ല, ഒരു ഗ്രാമപ്രദേശത്താണ്, പക്കാ ഗ്രാമം. അപ്പം ഞാൻ ഓർക്കണം ഇങ്ങനെ വലിയ ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ കാശൊക്കെ അയച്ച് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഒരാളെ അല്ല പല കുട്ടികളെ പഠിപ്പിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൊണ്ടുപോകാൻ ഈ സഹോദരനും വേറെ ഒരു കുടുംബത്തിലെ അംഗവും ചെറുപ്പക്കാരനായ ഒരു മകനും ഒരു അപ്പനും അമ്മയൊക്കെ കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട് രാത്രിയായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ കിടത്തുന്നത് ഇയാളുടെ വീട്ടിലല്ല, കാരണം ഇയാൾക്ക് വീടില്ല, ഒരു ചെറിയ കുടിലേ ഉള്ളൂ. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല. അപ്പൊ എനിക്കത് അതിശയമായി, കാരണം ഇങ്ങനെ കണ്ടിട്ടൊരു സാധാരണ മനുഷ്യൻ. കൂടെ വന്ന ആളൊരു പ്രൊഫസറും ഭാര്യയും മകനുമാണ് വന്നിരിക്കുന്നത് കാറുമായിട്ട്. അങ്ങനെ എന്നെ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എന്നെ കൊണ്ടുപോയി കിടത്തിയത് ഈ പ്രൊഫസറുടെ വീട്ടിലും അല്ല, അയാളുടെ വീട് ഒരു നല്ല വീട്. പക്ഷേ ഇയാൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒരു വലിയ വീടെന്ന് വെച്ചാൽ മരം കൊണ്ടുണ്ടാക്കിയൊരു വീടാണ്, 100 വർഷം പഴക്കമുള്ള. അപ്പൊ അതിൻ്റെ അകത്താണ് എന്നെ കയറ്റി അവിടെ താമസിപ്പിച്ചത്. രാത്രി മുഴുവൻ നോക്കുമ്പോൾ മണിയടിയുടെ ഒച്ചയാണ്. രാത്രിയിലാണ് ഞാൻ കയറിച്ചത്. അപ്പൊ രാത്രി മുഴുവൻ മണിയടി കേൾക്കുകയാണ്. അപ്പൊ ഇത് എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്, രാത്രി മണിയടി കേട്ടാൽ ഭൂതങ്ങൾ ഇറങ്ങുന്നു അല്ലെ ഇതെങ്കിലും അല്ലേ, രാത്രി നടന്നു പോണതിൻ്റെയൊക്കെ. പക്ഷെ ഇത് മണിയടി. അപ്പൊ ഇത് എന്താണെന്ന് നോക്കാനും പറ്റില്ല, കാരണം ഇതാണ്. അവസാനം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തണുപ്പ് കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പൊ അത് കാരണം എന്നോട് പറഞ്ഞു ബ്ലാങ്കറ്റൊക്കെ വലുതൊക്കെ തന്നു. പക്ഷെ അവിടെ വിറക് കൊണ്ടാണ് തീ കത്തിക്കുന്നത്, വിറക് കൊണ്ട്. ആ വിറകിന്റെ തീയുടെ അടുത്ത് പോയി ചൂടാക്കിയൊക്കെ വന്ന് അവസാനം ബ്ലാങ്കറ്റൊക്കെ പുതപ്പിച്ച് എന്നെ കിടത്തി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ഇയാളുടെ വീട്ടിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നിയത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലാണ്. ഇത്രയും പോലും എന്നുവെച്ചാൽ ഇത്രയും ഭാഗമേ ഉണ്ടാവുള്ളൂ, ഈ വീതിയേ ഉണ്ടാവുള്ളൂ ആ വീടിന് മൊത്തം. ഒരു കുടില്, അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കറണ്ടില്ല, ഒരുതരം വിളക്ക് കത്തിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതൊരു പ്രത്യേക ജീവിതമാണ്. വെജിറ്റേറിയൻ മാത്രമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ. ആ പാടത്തിന്റെ, അദ്ദേഹം കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ, എല്ലാത്തരം കൃഷികളൊക്കെ ചെയ്യുന്ന സ്ഥലത്തിന്റെ നടുക്ക് അവിടെ ചെന്നപ്പോഴും ഈ വിറക് കത്തിച്ചാണ്. അപ്പൊ അവിടെയാണ് അദ്ദേഹം, അതിനകത്ത് ഹീറ്ററൊന്നുമില്ല. ആ മനുഷ്യനാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല വൈദ്യ വിദ്യാർത്ഥികളെയും ആഫ്രിക്കയിലെ പല വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നത്. പക്ഷെ പലരെയും പഠിപ്പിച്ചെങ്കിൽ ആരും അച്ഛനായില്ല. കാരണം എന്താ, പഠിത്തം കഴിഞ്ഞപ്പം പലരും പൊക്കളഞ്ഞു. പക്ഷേ അത് കാരണം അദ്ദേഹം വിഷമായിരുന്നു. ആദ്യമായിട്ട് അച്ഛനായത് ഞാനാണ്. അത് കാരണം എന്നോട് ഭയങ്കര ഇഷ്ടമായി. പിന്നീട് ഞാൻ മരിക്കും, ഇപ്പം അദ്ദേഹം മരിച്ചുപോയി. എല്ലാ വർഷവും ഞാൻ പോയി അദ്ദേഹത്തെ കാണും, ഒരു ദിവസം അവിടെ താമസിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാനൊക്കെ പോകും. അങ്ങനെ വളരെ സന്തോഷമായിട്ട്. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞത്, അവിടെ ചെന്നപ്പോഴാണ് ഈ ജ്വലിക്കുന്ന ഹൃദയത്തിന്റെ കൺസെപ്റ്റ് നമുക്ക് കിട്ടും. എന്താ, ഈ അടുപ്പാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഓവൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട്. ഇപ്പോ എല്ലാ പുതിയ വീടുകളിലും ഇലക്ട്രിക്കൽ ഇതാണ്. അതുകൊണ്ട് കറണ്ട് കൊണ്ടല്ല, ചൂടുവെള്ളം കൊണ്ട് ഹീറ്റർ ആയിക്കോളും. അപ്പൊ അതുകൊണ്ട് എല്ലാ മുറിയിലും ഹീറ്റിംഗ് ഉണ്ട്.
പക്ഷേ അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല, വിറക് കത്തിച്ചാണ് ഒരു ചൂട്. അപ്പൊ അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ തണുപ്പൊക്കെ മാറി ചൂട് വരും. എല്ലാവരും ചൂട് കൊള്ളാൻ കസേരയല്ല, ഒരു തരം സ്റ്റൂള് പോലത്തെ സാധനങ്ങളിട്ട് ഈ ഒരടുപ്പുള്ള എല്ലാ അടുപ്പും കത്തിക്കാനുള്ള സൗകര്യമൊന്നും ആളുകൾക്കില്ല, കാശും ഇല്ല അവർക്ക്. അപ്പൊ ഈ മനുഷ്യൻ അയാൾ തയ്യൽക്കാരനാണ്, തയ്യൽ ചെയ്ത് കിട്ടുന്ന കാശാണ് ഇങ്ങനെയെല്ലാം കൊടുത്തത്. നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എൻ്റെ ചെറുപ്പത്തില് അപ്പനും അമ്മയും മരിച്ചുപോയി, യുദ്ധം വന്ന് ആ യുദ്ധത്തില് സഹോദരങ്ങൾ മരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ആരുമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തെ പോലും ജീവിക്കാൻ. അങ്ങനെയാണ് ഈ വയലിന്റെ നടുക്ക് ഒരു കുടില് കെട്ടി അതിൻ്റെ അകത്ത് താമസിച്ച് ജോലിക്ക് മാത്രം സൈക്കിളെ പോവും, വേറെ ബൈക്കൊന്നുമില്ല. ആ മനുഷ്യനാണ് ഇത്രയും പിള്ളേരെ. അതെന്താ അത്രയും പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ ജ്വലനമാണ്. ഈശോയ്ക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് ചെയ്യണം. ആ മനുഷ്യനെ ഉണർത്തി നിർത്തിയത് ആ വചനമാണ്, ദൈവത്തിന്റെ വചനം. അത് അദ്ദേഹം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉണർവോടെ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് അദ്ദേഹത്തിന് ഈ സാധാരണ ഉടുപ്പൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഒരു സമ്മാനമായിട്ട് നല്ലൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാം എന്നോർത്ത് ഞാൻ അടുത്ത പ്രാവശ്യം റോമിൽ നിന്ന് ചെന്നപ്പോൾ ഒരുവിധ അളവൊക്കെ നോക്കി ഞാൻ ഒരു ഉടുപ്പൊക്കെ മേടിച്ചോണ്ടിരുന്നു, ഒരു ഷർട്ട്. പക്ഷെ അത് എടുത്തില്ല. അദ്ദേഹം പറഞ്ഞു എനിക്കുണ്ട് അച്ഛൻ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ് മേടിക്കാതെ പോയി. അത്രയ്ക്കും നല്ല വിശുദ്ധമായ ജീവിതം നയിച്ച് സാധുവായൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ആ ഓവന്റെ ചൂട് കൊണ്ട അനുഭവം. കാരണം രാത്രിയിൽ ഈ വിറക് കത്തിക്കുന്ന അടുത്ത് പോയിരുന്നു, ഞാനും ഇവരുടെ കൂടെ ഇരുന്ന് കൈയും കാലും ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് പുതൊക്കെ പൊതിച്ച് ആദ്യത്തെ അനുഭവം. ഇത്രയും തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് പോയി താമസിക്കാന്ന്. മറ്റേ ഞാൻ താമസിച്ച പള്ളിമുറിയിലൊക്കെ ഹീറ്റിംഗ് ഉള്ളത് ജർമ്മനി ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് തണുപ്പിന്റെ ആഘാതം കൂടുതലായിട്ട് അറിഞ്ഞത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു ചൂടാക്കല് വേണം. നമുക്കൊരു ഉണർവ് കിട്ടണം. നമ്മൾ ഈ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന എന്തിനാ? ഒരു ചൂടാക്കലാണ്. എന്താ? ഇവിടെ വന്ന് ഈശോയുടെ അടുത്ത് ആ വചനം കേട്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ആ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഉണർവ് കിട്ടും, നമുക്കൊരു പൾസ് കയറുന്ന അനുഭവം വരും, തളർച്ചയെല്ലാം മാറും, ഉണർവ് വരും. അതേസമയം ചില എന്താ ഒന്ന് സ്തുതിക്കാൻ പറയുന്നത്, പ്രാർത്ഥിക്കാൻ പറയുന്നത്, ഉറക്കെ സ്തുതിക്കാൻ പറയുന്നത് എന്തിനാ? ഈ ഉണർവ് കിട്ടാനാ. അല്ലെങ്കിൽ എന്താ? തളർന്ന ക്രിസ്ത്യാനികളുണ്ട്, തളർന്ന സ്പിരിച്വാലിറ്റി ഉണ്ട്. പക്ഷേ കരിസ്മാറ്റിക് റിന്യൂവലൊക്കെ വന്നപ്പോഴാണ് കത്തോലിക്കർക്കും ദൈവത്തെ സ്തുതിക്കാമെന്ന് മനസ്സിലായത്. നമ്മൾ പ്രാർത്ഥനയെ പറയും, നിങ്ങൾ സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പള്ളിയിൽ പറയണത് എന്താ? ആ ശുശ്രൂഷ ഉറക്കെ പറയുകയാണ്, നിങ്ങൾ സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. ഉടനെ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാ, ഇല്ലേ? അങ്ങനെ പറഞ്ഞ് തളർന്ന അവസാനം. പക്ഷെ ഇപ്പൊ നമ്മളെന്താ? സർവേശ നീ പരിശുദ്ധം പാടിക്കഴിയുമ്പോ ഒരു ഉണർവാണ്. അത് ഉണർവിന്റെ സ്വരത്തിൽ പാടിക്കഴിയുമ്പോ അത് നമുക്കൊരു ഉണർവായിട്ട് തീരും. നമ്മുടെ പൾസൊക്കെ കയറും, അല്ലെങ്കിൽ പൾസൊക്കെ ഡൗൺ ആവും. ചില ധ്യാനങ്ങളുണ്ടല്ലേ, ആ ധ്യാനങ്ങൾ എന്താ സോഫ്റ്റ് ആയിട്ടിരിക്കും, വന്ന പോലെ തിരിച്ചു പോകുന്ന ധ്യാനങ്ങളുണ്ട് അല്ലേ? ഒരു എന്ന് വെച്ചാ എങ്ങും തൊടാ. അതല്ല, ഇപ്പൊ ധ്യാനങ്ങളൊക്കെ എന്താ? വചനം കൊണ്ടുള്ള സ്പർശനം, പ്രാർത്ഥന കൊണ്ടുള്ള സ്പർശനം, ശുശ്രൂഷകൾ വഴിയുള്ള സ്പർശനം. ഇതെല്ലാം വന്നു കഴിയുമ്പോ അവിടെ ഉണർവ് വരും, അവിടെ സൗഖ്യം വരും, അവിടെ വിടുതൽ വരും, ജീവിതത്തിനൊരു ഉന്മേഷം ഉണ്ടാകും. ഈ ഒരു ചാർജിങ് ആണ്, ഈ ഒരു ഹീറ്റിംഗ് ആണ് ഓരോ ആദ്യ വെള്ളിയാഴ്ചയും നമ്മൾ നടത്തുന്നത്. ഞാൻ അവിടെ ബസ്ലിക്ക പള്ളിയിൽ ആരാധന നടത്തിയിരുന്നപ്പോൾ, ഇപ്പൊ ഇല്ല, വർഷങ്ങൾ നടത്തിയതാണ്. 8 വർഷത്തോളം ഞങ്ങൾ നടത്തി. അപ്പൊ ആയിരങ്ങൾ വരുന്നതിന്റെ കാരണം എന്താ? അവര് പറയുന്നത്, ആ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷകളെ പങ്കെടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ചാർജ് കിട്ടിയ അനുഭവം, ഒരു മാസം ജീവിക്കാനുള്ള ഒരു ചാർജാണ് കിട്ടുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരും. നിങ്ങളിവിടെ വന്നത് എന്താ? ഇവിടെ വന്നിട്ട് ഒരു ഉണർവും കിട്ടിയില്ല, നമുക്കൊരു ഉന്മേഷം കിട്ടില്ല, വചനം കിട്ടണില്ല, അല്ലെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം വരുമോ? ഇല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ തോന്നിയ. അതേസമയം വന്നാൽ അതൊരു അനുഭവം ഉണ്ടെന്ന് മനസ്സിലാകുമ്പോഴേ നമ്മളെല്ലാവരും വരികയുള്ളൂ. പക്ഷേ എൻ്റെ അടുത്തേക്കല്ല, മറിച്ച് ഈശോയുടെ അടുത്തേക്ക് നമ്മൾ വരുന്നു. ഇവിടുത്തെ ശുശ്രൂഷകര് ആ ഉണർവ് നേടാൻ നമ്മളെ സഹായിക്കുന്നു എന്ന് മാത്രം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണം.
അങ്ങേക്ക് സാക്ഷികൾ ഈശോ പറഞ്ഞില്ലേ, എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും ഏറ്റുപറയും. ലോകത്തിന് സാക്ഷികളായി ജീവിക്കാൻ വേണ്ട ആ ഉണർവ് തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ ആരാധനയിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ കൃപയുടെ ശക്തി നമ്മിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമാകുന്ന എല്ലാ ശക്തികളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചില ബ്ലോക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ചിന്തകളിൽ ചില ബ്ലോക്ക് ചെയ്യുന്ന ചിന്തകളുണ്ട്. ഇതൊന്നും ശരിയാകാൻ പോണില്ല, ഇതൊന്നും നടക്കില്ല, ഈ സൗഖ്യമൊന്നും സംഭവിക്കില്ല. അങ്ങനെയുള്ള ചില വിരുദ്ധ ചിന്തകൾ, തടസ്സപ്പെടുത്തുന്ന ചിന്തകൾ, സംശയിപ്പിക്കുന്ന ചിന്തകൾ. കാരണം ആ സംശയങ്ങളെല്ലാം ഒരു തരം ബ്ലോക്കുകളാണ്. എന്നാൽ ഈശോ നമ്മളോട് പറഞ്ഞു, വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ്. ഈശോ പറഞ്ഞു, വിശ്വസിക്കുമെങ്കിൽ നീ അത്ഭുതങ്ങൾ കാണും. ഈശോയുടെ വചനം. നമ്മുടെ ജീവിതത്തിലെ ചില ബ്ലോക്കുകൾ നമ്മിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നതിന് തടസ്സമാണ്. ചില ദുർചിന്തകൾ, വിരുദ്ധ ചിന്തകൾ, സംശയ ചിന്തകൾ. എന്ത് പറഞ്ഞാലും സംശയിക്കുന്ന ആൾ, ഇതൊന്നും നടക്കിയല്ല, ശരിയാ, അവനൊരു അനുഭവം ഉണ്ടായില്ല. കാരണം ആ ബ്ലോക്ക് ഉള്ളത് കൊണ്ട്, ആ സംശയത്തിന്റെ ബ്ലോക്ക് നിൽക്കുന്നത് കൊണ്ട് അവന്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകിയിറങ്ങിയ. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ. നമ്മൾ കറണ്ട് ഉണ്ടെങ്കിലും ആ കറണ്ട് നമ്മിലേക്ക് കടക്കുന്നത്, അല്ലെ ഒരു മെഷീനിലേക്ക് കടക്കണ ഒരു കോണ്ടാക്ട് വേണം. ആ കോണ്ടാക്ട് കട്ട് ചെയ്ത് നിന്നാൽ എത്ര കറണ്ട് ഉണ്ടെങ്കിലും ആ മെഷീനിലേക്ക് കറണ്ട് പ്രവഹിക്കില്ല. ഇതേ അനുഭവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തെ ബന്ധിക്കുന്ന, ബ്ലോക്ക് ചെയ്യുന്ന ചിന്തകൾ, അനുഭവങ്ങൾ, ചില ധാരണകൾ, തെറ്റിദ്ധാരണകൾ, അവിശ്വാസങ്ങൾ എല്ലാം നമ്മളെ തടസ്സപ്പെടും. കർത്താവേ, ആ ബ്ലോക്കുകളിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിക്കണമേ എന്ന് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ സൗഖ്യം സംഭവിച്ചു. ഈശോ ദുരാത്മാക്കളെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഹൃദയങ്ങളും ജീവിതങ്ങളും തുറന്നു. ഈശോ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ശക്തി കയറി അവിടെ ബ്ലോക്കുകളെല്ലാം മാറ്റി. ആ അനുഭവത്തിലേക്ക് വളരാൻ അവർക്ക് സാധിച്ചു. അല്ലാത്ത കഠിന ഹൃദയം, ബ്ലോക്കിടാൻപ്പെട്ടവരുടെ ഹൃദയങ്ങൾ കഠിന ഹൃദയമാണ്. അവിടെ രക്തോട്ടമില്ല. ആ കഠിന ഹൃദയങ്ങൾ ചത്ത ഹൃദയങ്ങളാണ്. അവിടെ പൾസിങ് ഉണ്ടാവില്ല. ആ ഒരു അനുഭവത്തിന്റെ തലത്തിലേക്ക് നിൽക്കുന്നവരെയെല്ലാം ഈശോ ബ്ലോക്ക് മാറ്റി കഴിയുമ്പോൾ മാനസാന്തരങ്ങൾ വരും. സഖ്യവൂസിനും ബ്ലോക്ക് ഉണ്ടായിരുന്നു അവന്റെ ജീവിതത്തിൽ. പക്ഷെ ആ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അവന് മാനസാന്തരം വരും. അവന്റെ ഹൃദയം മൃദുലമായി തീരും. ജീവിതത്തിന് മാറ്റം വരും. ഇതാണ് സംഭവിക്കുന്നത്. ചില രോഗങ്ങൾ, അതിന്റെ കാരണങ്ങൾ ഈശോ മാറ്റും. ഈശോയുടെ നാമത്തിൽ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞു, നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കാൻ സുഖം പ്രാപിക്കും. നിങ്ങൾ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ. കാരണം എന്താ? പിശാചുക്കളുടെ സാന്നിധ്യം, ദുഷ്ടാരൂപികളുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ബ്ലോക്ക് ചെയ്യും. പല കാര്യങ്ങൾ, പാപത്തിന്റെ ശക്തികൾ മോചിക്കാൻ പറഞ്ഞു. കാരണം പാപശക്തികൾ നമ്മളെ ബ്ലോക്ക് ചെയ്യും. വിദ്വേഷ വിരോധങ്ങളെല്ലാം മാറ്റാൻ പറഞ്ഞു. കാരണം ക്ഷമയില്ലായ്മ നമ്മളെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഒത്തിരി മേഖലകൾ, ആ ബന്ധനത്തിന്റെ എല്ലാ മേഖലകളും അഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഈശോയോട് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഏറ്റു പറയുക. ആദ്യമായി നമുക്ക് ആഗ്രഹം വേണം മോചിക്കപ്പെടാൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈശോയുടെ പക്കലേക്ക് വലതുകരം നീട്ടി ഉത്തരം പറയുക. പിശാചിനെയും അവന്റെ ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പൈശാചികമായ എല്ലാ ശക്തികളിൽ നിന്നും മോചനം നേടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? മനസ്സിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? കഷ്ടതകളും ദുരിതങ്ങളും വിട്ടുമാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? പാരമ്പര്യമായ ബന്ധനങ്ങളുടെ മോചനം നേടാൻ ആഗ്രഹിക്കുന്നുവോ? തെറ്റിദ്ധാരണകളുടെയും സംശയങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള
ബ്ലോക്കുകളിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും കർത്താവുമായ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്താൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. ശാപങ്ങൾ നീക്കുവാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. ബന്ധനങ്ങൾ അകറ്റുവാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. തടസ്സങ്ങൾ മാറ്റാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. മരിച്ചവർക്ക് ജീവൻ നൽകാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 പിതാവുമായ ദൈവത്തിന്റെ ഹല്ലേലൂയ 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 കർത്താവുമായ ഹല്ലേലൂയ ഈശോമിശിഹായുടെ നാമത്തിൽ അവിടുത്തെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ഈ മക്കളുടെ ജീവിതങ്ങളെ ബന്ധിക്കുന്ന എല്ലാ ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ഹല്ലേലൂയ 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 ശക്തികളെ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തികളെ ഹല്ലേലൂയ തിന്മയുടെ ആധിപത്യങ്ങളെ ആമേൻ ദുഃഖങ്ങൾ രോഗങ്ങൾ പീഡകൾ ആപത്തുകൾ അപകടങ്ങൾ സംശയങ്ങൾ സ്വാർത്ഥതയുടെ ചിന്തകൾ ചിന്തകൾ ശക്തികളെ സ്വാധീനങ്ങളെ അനുഭവങ്ങളെ അവ എന്ത് തന്നെയായിരുന്നാലും ഈ മക്കളിൽ നിന്ന് അവയെല്ലാം ഞാൻ ശാസിച്ചു ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്ന് ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും. ദുഷ്ടാരൂപികളെ, ദുഷ്ടാത്മാക്കളെ, ദുഷ്ടശക്തികളെ, ഈ മക്കളുടെ ജീവിതത്തെ ബന്ധിക്കുന്ന ശക്തികളെ, രോഗങ്ങൾ ഉണ്ടാക്കുന്ന ശക്തികളെ, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ശക്തികളെ, വികാരങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടാക്കുന്ന ശക്തികളെ, ചിന്തകൾ ഉണ്ടാക്കുന്ന ശക്തികളെ, എന്ത് തന്നെയായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ശക്തികളോട് കൽപ്പിക്കുന്നു, ഈ മക്കളിൽ നിന്ന് ഇവിടെ കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകും, ശരീരങ്ങളിൽ നിന്ന് അകന്നു പോകും, ഹൃദയത്തിൽ നിന്ന് അകന്നു പോകും. ദൈവത്തിന് ഇടം കൊടുക്കുക. മക്കൾക്ക് രക്ഷ അനുഭവിക്കുവാൻ തക്കവിധം ഹല്ലേലൂയ തുറക്കപ്പെടട്ടെ. മനസ്സുകൾ തുറക്കപ്പെടട്ടെ. ശരീരങ്ങൾ തുറക്കപ്പെടട്ടെ. ആമേൻ ഹല്ലേലൂയ വസിക്കുന്ന സ്ഥലങ്ങൾ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ ശക്തി ഹല്ലേലൂയ 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 എല്ലാം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങളെല്ലാം അകന്നു പോകട്ടെ. ആമേൻ ഹല്ലേലൂയ കഷ്ടതകൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ എല്ലാ ബന്ധനങ്ങൾ നിവരെ ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയ്ക്ക് വരെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇവിടുത്തെ വിശുദ്ധ ജലത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ സൗഖ്യമാക്കപ്പെടുകയും സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ 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 എല്ലാവരും സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം ഹല്ലേലൂയ 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 ബന്ധനങ്ങൾ അഴികട്ടെ കെട്ടുകൾ അഴികട്ടെ യേശുവിന്റെ നാമത്തിൽ അഴികട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല 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 ഹല്ലേലൂയ. കുടുംബങ്ങളെ ബന്ധിക്കുന്ന ശക്തികൾ വിട്ടുമാറട്ടെ. ആമേൻ ആമേൻ ഇവിടെ വസ്തുവകളെ ബന്ധിച്ചിരിക്കുന്ന ശക്തികൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർവ്വശാപ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ നിർമ്മിച്ച ബലിയുടെ ശക്തിയാലും ആമേൻ ഈ ആരാധനയുടെ യോഗ്യതയാലും
ആമേൻ. കർത്താവേ, ഇവിടെ കുടുംബങ്ങളും മക്കളും എല്ലാം ഹല്ലേലൂയ 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 അശുദ്ധിയെല്ലാം നീക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുന്ന മക്കളുടെ നിയോഗങ്ങൾ സാധിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ബന്ധിക്കുന്ന രോഗപീഠകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ 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 അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഇപ്പോൾ ഇവിടെ സൗഖ്യം സംഭവിക്കട്ടെ. ആമേൻ ആമേൻ. യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിന്റെ ശക്തിയാൽ യേശുവേ എല്ലാം സാധ്യമാകുന്നു. ആമേൻ. ദൈവത്തിന്റെ ശക്തിയാൽ. കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you, Jesus. ഹല്ലേലൂയ. Thank you, Jesus. കർത്താവേ, നിന്റെ ശക്തി വരെ വ്യാപിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. യാലലബാശി ഹലലബാശി യാലലബാശി ഹലലബാശി 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 ഹലലബാശി
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ 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 അത്യുന്നതന്റെ ശക്തി നിറയട്ടെ. ആമേൻ പരിശുദ്ധാത്മ ശക്തി ഹല്ലേലൂയ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ നിറയട്ടെ. ആ ഹല്ലേലൂയ ബ്ലോക്കുകൾ ഉണ്ടായിരുന്ന തലങ്ങളിലേക്ക് ആമേൻ ആ ആമേൻ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. ഹല്ലേലൂയ ആത്മാവ് ഹല്ലേലൂയ ഇറങ്ങുന്നു. ഹല്ലേലൂയ ആത്മീയ ശക്തി ഹല്ലേലൂയ നിറയുന്നു. ഹല്ലേലൂയ തളർച്ചകൾ നീങ്ങുന്നു. ഹല്ലേലൂയ ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. ആമേൻ മനസ്സുണരട്ടെ. ആമേൻ ശരീരം ഉണരട്ടെ. ഹല്ലേലൂയ സന്ധിബന്ധങ്ങൾ ഉണരട്ടെ. ആമേൻ കർത്താവിന്റെ കൃപയാൽ ഹല്ലേലൂയ. എല്ലാ തലങ്ങളും ഉണർവ് പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ചിന്തകൾ ഹല്ലേലൂയ ഉണരട്ടെ. ഹല്ലേലൂയ മനസ്സുകൾ ഉണരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഉണർത്തണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഉണർത്തണമേ കർത്താവേ. ഹല്ലേലൂയ 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 ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ 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 ഉണർത്തണമേ എന്നെ ആത്മാവാൽ എന്നെ ഉണർത്തണമേ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആമേൻ നിങ്ങളിൽ വന്നു നിറയട്ടെ. റുഹ റുഹ സ്വർഗ്ഗത്തിന്റെ ശക്തിയായ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹല്ലേലൂയ നിങ്ങളിൽ വന്നു നിറയട്ടെ. ആമേൻ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹല്ലേലൂയ 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 കർത്താവേ ഈശോമിശിഹായുടെ കൃപയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആമേൻ ഹല്ലേലൂയ സകല വരദാനങ്ങളും നൽകുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹല്ലേലൂയ കൃപകളാൽ നിങ്ങൾ നിറയട്ടെ. ആമേൻ ഹല്ലേലൂയ വരങ്ങളാൽ നിങ്ങൾ നിറയട്ടെ. ആമേൻ ഹല്ലേലൂയ ആത്മീയ ഉണർവ് ലഭിക്കട്ടെ. ഹല്ലേലൂയ കൃപകൾ ലഭിക്കട്ടെ. ഹല്ലേലൂയ ശക്തി നിറയട്ടെ. അഭിഷേകം ഹല്ലേലൂയ റുഹ റുഹ അഭിഷേകം ഹല്ലേലൂയ 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 കർത്താവേ കൃപകൾ അടച്ച് കർത്താവേ ഈ കൃപകളൊക്കെ ഇവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഇവർക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീഹന്മാരിൽ വ്യതിയാനമുണ്ടായതുപോലെ ഇവരുടെ ജീവിതങ്ങളിലും വ്യതിയാനം സംഭവിക്കട്ടെ. അന്ധകാരമേ അന്ധകാര ശക്തികൾ ഇവിടെ ആധിപത്യത്തിൽ ഏതെങ്കിലും ശക്തി ഈ മക്കളുടെ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെല്ലാവരും മോചിച്ചതിനെ ഓർത്ത് നന്ദി പറയും. ഇവിടെ തിരുരത്വത്താൽ അവരെ സംരക്ഷിക്കുകയും എല്ലാ ആപത്തുകളിലും അവരെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്കെല്ലാവരും മുട്ടുമേ നിൽക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ഈശോ പറയുന്നു, ഈ ഭവനത്തെ ഇതിലെ നിവാസികളെയും ഇവിടെ ഓരോ ഈ അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വലതുകരമേർത്തവരെ എല്ലാം അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇവിടെ വരുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഈ ഭവനത്തെ, എൻ്റെ അന്തരീക്ഷത്തെ, ഇവിടെ താമസിക്കുന്ന ശുശ്രൂഷയിൽ എല്ലാവരെയും അനുഗ്രഹിക്കണം. കൃപയുടെ ദൂതന്മാരാക്കി അവരെ മാറ്റണം. ഈ ആലയത്തിൻ്റെ അന്തരീക്ഷത്തെ വിശുദ്ധീകരിക്കണം.
കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുക, ആശീർവദിക്കപ്പെടുക ചെയ്യട്ടെ. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി അവരെല്ലാം വ്യാപരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരീ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയ്ക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഈശോയെ നന്ദി എന്ന ഹൃദയത്തിൽ ഈശോയോട് പറയും. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നന്ദി പറയും. ഈശോയെ അവർ പോകുന്ന വഴികളെ, യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം അനുഗ്രഹിക്കണം. ഈശോയുടെ ഭവനങ്ങളുടെ എല്ലാ മുറികളെയും ഇപ്പോൾ തന്നെ വിശുദ്ധീകരിക്കണം. അവിടുത്തെ ജീവജാലങ്ങളെല്ലാം അനുഗ്രഹിക്കണം. കൃപയുടെ ദൂതന്മാരുടെ കുടുംബത്തിന് കാവലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതമായ നാമത്തിൻ്റെ സംരക്ഷണം ഇവിടെ വസ്തുവകളുടെ മേലും ബിസിനസ് മേഖലകളുടെ മേലും ജോലി മേഖലകളുടെ മേലും എല്ലാം അങ്ങനെ ഏർപ്പെടുത്തണം. സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ എൻ്റെ നാമത്തിന് ആരാധന സ്തുതി അർപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമതി വികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അമ്മേ മാതാവേ, എന്നു ഞാനീ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാമോ? ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ, അത്രമേൽ സ്നേഹിച്ചു നിന്നെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ.